ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്നലെ ശ്രീ ശങ്കര ജയന്തിയായിരുന്നുവല്ലോ. വിശ്വഗുരുവായ ആദി ശങ്കരാചാര്യരുടെ ജീവിതത്തിലൂടെ നമ്മൾ ഒരു ചെറിയ യാത്ര നടത്തുകയുണ്ടായി. പ്രിയപ്പെട്ട എല്ലാവരും അത് കേൾക്കുകയും വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും അത് പ്രയോജനപ്പെടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. അതിൽ പറയാൻ സമയപരിധി കാരണം പറയാതെ ധാരാളം കാര്യങ്ങൾ വിട്ടുപോയിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ശ്രീ ശങ്കരാചാര്യർ അമ്മയുടെ ആഗ്രഹപ്രകാരമല്ലെങ്കിലും അമ്മയുടെ സമ്മതത്തോടു കൂടി തന്നെ സന്യാസ ദീക്ഷ സ്വീകരിച്ചു പോവുകയാണ്. അമ്മയ്ക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഒരുപാട് കാലം ആറ്റുനോറ്റ് ഉണ്ടായി പ്രായമായ കാലത്തുണ്ടായ ഒരു മകൻ തന്നെ നോക്കും, തനിക്ക് ജീവിതത്തിനൊരു കൂട്ടാകും, ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷിക്കും. ഭർത്താവിൻ്റെ മരണശേഷം പിന്നീട് നമ്മുടെ മക്കളാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നെടുംതൂണാകുന്നത്. അപ്പോൾ ആ ഒരു മകൻ ലോകരക്ഷാർത്ഥം ഇറങ്ങി തിരിച്ചപ്പോൾ അമ്മയ്ക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കേവലം അമ്മയെ നോക്കുന്ന വിവാഹ ജീവിതവും കുട്ടികളും ഒക്കെയായി, ഭാര്യയും ഒക്കെയായി, അമ്മയും ഒക്കെയായി സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു മകനായിരുന്നുവെങ്കിൽ ആ അമ്മയ്ക്ക് തൻ്റെ മകനെ കൊണ്ട് വളരെ പ്രയോജനം ഉണ്ടായേനെ. പക്ഷേ അമ്മയ്ക്ക് പ്രയോജനം നഷ്ടപ്പെട്ടപ്പോൾ ലോകത്തിനാണ് ആ പ്രയോജനം കിട്ടിയത്. നമ്മുടെ ഭാരത സംസ്കാരത്തിനാണ്, വേദാന്ത സംസ്കാരത്തിനാണ്, സനാതനധർമ്മത്തിനാണ് ആ മുതൽക്കൂട്ടുണ്ടായത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാതെ വലിയതൊന്നും നേടുവാൻ കഴിയില്ല എന്നൊരു മഹത്തത്വം കൂടിയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലുമല്ല നഷ്ടപ്പെട്ടത്, ശങ്കരാചാര്യർക്ക് എന്തെങ്കിലുമല്ല നഷ്ടപ്പെട്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണത്തിനോടനുബന്ധിച്ച് മരണശേഷം അദ്ദേഹം മാതൃപഞ്ചകം എന്ന് 5 ശ്ലോകങ്ങളിൽ അമ്മയോടുള്ള ആ സ്നേഹം, അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം, ആ ബന്ധത്തെക്കുറിച്ച്, അമ്മയ്ക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ എന്ന സങ്കടം എഴുതുകയുണ്ടായി. അതാണ് മാതൃപഞ്ചകം. ആ 5 ശ്ലോകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും മക്കളല്ലേ. മക്കളായിട്ടുള്ളവരെല്ലാവരും ഒന്നും വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ശ്ലോകമാണ് ഈ മാതൃപഞ്ചകം എന്ന് പറയുന്ന 5 ശ്ലോകങ്ങൾ, ആ കൃതി. കാരണം നമ്മൾ ഓരോരുത്തരും, ഇപ്പോൾ നമ്മൾ അമ്മയാകാം, അല്ലെങ്കിൽ മുത്തശ്ശിമാരാകാം, ചേച്ചിയോ അനുജത്തിയോ ഒക്കെ ആകാം. പക്ഷെ നമ്മളൊരു മകളാണ്, അല്ലെ ഒരു മകനാണ്. നമ്മൾ ഒരമ്മയ്ക്കുണ്ടായതാണ്. ആ അമ്മയിൽ നിന്ന് നമ്മൾ ഈ ഒരു നിലയിലെത്തുവാൻ നമ്മളുടെ കൂടെ നിന്ന്, നമ്മളുടെ ജനനത്തിന് മുമ്പേ നമ്മളെ സ്നേഹിച്ച് കരുതി വെച്ചിരുന്നവരാണ് നമ്മുടെ അമ്മമാർ. നമ്മൾ അമ്മയുടെ വയറ്റിൽ 10 മാസം കഴിഞ്ഞ് വളർന്ന് പൂർത്തിയായി കഴിഞ്ഞല്ലേ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ 10 മാസവും അമ്മ കരുതിയ കരുതൽ, അതിനെക്കുറിച്ച് ശ്രീ ആദിശങ്കരൻ ആചാര്യൻ, പരമാചാര്യൻ ആ മാതൃപഞ്ചകം എന്ന ശ്ലോകത്തിൽ വിശദീകരിക്കുകയാണ്. അമ്മയുടെ ആസന്നമായ ആ മരണ സമയത്ത് അമ്മ വിചാരിക്കുകയാണ്, ഇനി എൻ്റെ മകനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് അവനെ ഒന്ന് കണ്ടിട്ട് കണ്ണടയ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അമ്മ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ മരണാസന്നയായി കിടന്ന അമ്മയുടെ ആ ചിന്തകൾ മകനിലേക്ക് എത്തിയതും മകൻ അതറിഞ്ഞ് ഗരുഡ വേഗത്തിലാണ്, ഒരു ഗരുഡ യാത്ര തന്നെയാണ്. എന്തും സാധ്യമായിരുന്നു ശ്രീ ശങ്കരാചാര്യർക്ക്, എന്തും സാധ്യമായിരുന്നു. അഷ്ടസിദ്ധികളുള്ള ആളാണ്. അഷ്ടസിദ്ധികൾ ദേവീ ദേവതന്മാർക്ക് കിട്ടുന്ന ആ സിദ്ധികൾ പലതും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അത്ര സിദ്ധനായിട്ടുള്ള ആളിന് എവിടെ വേണേലും നിമിഷങ്ങൾ കൊണ്ട് കടന്നു ചെല്ലാൻ കഴിയുമായിരുന്നു. ഒരു ജീവിതത്തിൽ നിന്ന്
ഒരു സാമാന്യ ജീവിതത്തിൽ നിന്ന് സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നത് തന്നെ എന്തുകൊണ്ടാണ്? സാമാന്യമായ അല്ലെങ്കിൽ ഇഹത്തിലുള്ള ലൗകിക ജീവിതത്തിലുള്ള, ദാമ്പത്യ ജീവിതത്തിലുള്ള, ഭൗതിക ജീവിതത്തിലുള്ള ഒരു വിരസത, ഒരു അടുപ്പക്കുറവ്, എല്ലാറ്റിനോടുമുള്ള ഒരു അകൽച്ച, വ്യക്തികളോടും ജീവിത സാഹചര്യങ്ങളോടും സമൂഹത്തിനോടുമൊക്കെയുള്ള ഒരു അകൽച്ചയുള്ളവർക്ക് ആ സമൂഹത്തിൽ ഒരു ഭൗതികതയിൽ ജീവിക്കുന്നവരോടൊപ്പം ആ സാഹചര്യങ്ങളിൽ നിന്നു പോകുവാൻ വളരെ വിഷമമാണ്. അവർ അവിടെ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ അതിന് പറ്റിയ ജീവിതം അവർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സന്യാസ ജീവിതം ആഗ്രഹിക്കുന്നവർ അതുകൊണ്ടാണ് അവരുടെ പൂർവാശ്രമത്തിലെ പേരുകൾ മാറ്റി അവരൊരു പുതിയ വ്യക്തിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമ്മയുമായോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത രക്തബന്ധുക്കളുമായോ ഭാര്യയോ മക്കളോ ഇവരാരുമായി നമുക്കൊരു പിന്നീടൊരു ബന്ധം വരാൻ പാടില്ല എന്നാണ് സന്യാസ ജീവിതത്തിൻ്റെ ആ ഒരു അലിഖിത നിയമം. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും അവനവൻ്റെ മനസ്സിൽ അവശേഷിക്കാത്ത കാരണമാണ് അടുത്ത ബന്ധമായ ഭഗവത് സന്നിധിയിലേക്ക് നമ്മൾ യാത്ര തുടങ്ങുന്നത്. അല്ലാതെ ഈ ബന്ധങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞ് പാടില്ലാതാക്കി വെച്ചിട്ട് മനസ്സുകൊണ്ട് പാടുള്ളതാക്കി വെച്ചുകൊണ്ട് പോകാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ഭാരതധർമ്മത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് നമ്മൾ മനസ്സുകൊണ്ട് വിരക്തി വന്നതിന് ശേഷം മാത്രം ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളത്. മറ്റ് ധർമ്മങ്ങളിൽ ഈ എല്ലാ ആഗ്രഹങ്ങളോടും കൂടി തന്നെ ആരുടെയെങ്കിലുമൊക്കെ നിർദ്ദേശമോ ആഗ്രഹമോ അല്ലെങ്കിൽ നേർച്ചകളുടെയൊക്കെ ഫലമായിട്ട് വൈദിക ജീവിതത്തിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ ഈ ശാരീരികമായ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് സാധാരണ മനുഷ്യരെ പോലെ അവർ പെട്ടുപോകും. വീണ്ടും അവർ ഭൗതിക ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരും. അതാണ് മറ്റ് ധർമ്മങ്ങളിൽ നിന്ന് ഭാരതധർമ്മത്തിൻ്റെ വ്യത്യാസം. നമ്മുടെ ധർമ്മത്തിൽ നമുക്ക് യഥേഷ്ടം ഇവിടെ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിച്ച് ജീവിക്കാം. അങ്ങനെ ജീവിച്ച ശേഷം ഗൃഹസ്ഥാശ്രമം തീർന്നതിന് ശേഷം മതി വാനപ്രസ്ഥം, ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുക. അതിനുശേഷം മതി സന്യാസം, പൂർണ്ണമായ ഡെഡിക്കേഷൻ വരേണ്ടത്. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ നമുക്കത് തോന്നിയാൽ, ഇപ്പം ആദി ശങ്കരാചാര്യരെ പോലെയുള്ളവർ പൂർണ്ണ വിരക്തരായിട്ടാണ് ജനിച്ചു വന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനായ ശിവഗുരു ജീവിതത്തിൻ്റെ വിരക്തി തേടിപ്പോയ ആളാണ്, ഭൗതികതയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയ ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അടുത്ത തലമുറകൾ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ. അവരുടെ ജീവിതവും സ്വയം വൈരാഗ്യം, അതായത് അമ്മയോടുള്ള സ്നേഹം ഇല്ലെന്നല്ല, അതിലും വലുതായിരുന്നു ശങ്കരന് ബ്രഹ്മജ്ഞാനം ലഭിക്കുക എന്നുള്ള ആ ഒരു അദമ്യമായ അഭിനിവേശം. ഇതുതന്നെയായിരുന്നു ശ്രീ വിവേകാനന്ദ സ്വാമികൾ. അച്ഛൻ്റെ മരണശേഷം വളരെ സാമ്പത്തിക പരാധീനതയിൽപ്പെട്ട അമ്മയെയും സഹോദരിമാരെയും ഒക്കെ കുടുംബത്തെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ജോലി അന്വേഷിച്ചു പോവുകയും പരമഹംസരോട് ചെന്ന വിവരം പറയുകയും, നീ കാളിയോട് ചെന്ന് നിനക്ക് സമ്പത്ത് തരാനല്ല, നിൻ്റെ അമ്മയും കുടുംബത്തെയൊക്കെ നോക്കാൻ, അവർക്ക് സ്വസ്ഥത കിട്ടുവാൻ, അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടുവാൻ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സമ്പത്ത് കിട്ടി അവരെ സംരക്ഷിക്കാൻ നീ ചെന്ന് പറയൂ എന്ന് നരേന്ദ്രനോട് പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷേ കാളിയെ 3 പ്രാവശ്യം ചെന്ന് സന്ദർശിച്ചിട്ടും ആ രൂപത്തിൽ ആ തേജോമയമായ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഒന്നും ആവശ്യപ്പെട്ടില്ല വിവേകാനന്ദ സ്വാമി. വീണ്ടും അതുപോലെ നീ എന്താവശ്യപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും ആവശ്യപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാമി പരമഹംസർ പറഞ്ഞു, നിനക്കൊന്നും ആവശ്യപ്പെടാൻ കഴിയില്ല, കാരണം നീ ഒരു ഗൃഹസ്ഥാശ്രമിയാകേണ്ടവനല്ല. ആണെങ്കിലല്ലേ ഉള്ളൂ അവരുടെ ജീവിതത്തിൻ്റെ പരിക്കുകളെക്കുറിച്ച് നീ ചിന്തിക്കേണ്ടതുള്ളൂ. നിൻ്റെ മനസ്സിലേക്ക് അത് കടന്നു വരൂ. അപ്പോൾ നിൻ്റെ ധർമ്മം അതല്ല കുഞ്ഞേ എന്ന് പരമഹംസർ വിവേകാനന്ദ സ്വാമികളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പരമഹംസർ തന്നെ പറയുന്നുണ്ട്, ഇനി മുതൽ അവർക്ക് ആഹാരത്തിന് മുട്ടില്ലാതെ അവർ സമാധാനമായി അവരുടെ നിത്യ ജീവിതത്തിനുള്ള വകയെ അവർക്ക് കിട്ടിക്കോളും. കാളി ദേവി അവരെ സഹായിച്ചോളും, നീ വിഷമിക്കണ്ട എന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആദിശങ്കരൻ അമ്മയുമായുള്ള, അമ്മ മാത്രമേ ഉള്ളൂ എങ്കിലും അതിലും വലുതാണ് എനിക്ക് ബ്രഹ്മത്തെ അറിയുവാനുള്ള, ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള ആ ഒരു യാത്ര അതിലും വലുതാണ് എന്ന് ശ്രീ ശങ്കരൻ അറിയാമായിരുന്നു.
അപ്പോൾ അങ്ങനെ ആ പോയ ശങ്കരനാണ് പിന്നീട് അമ്മയെ അത്യാസന്നമായി മരണത്തോടടുക്കുന്ന അമ്മയുടെ മനസ്സിലൂടെ എനിക്ക് ശങ്കര എന്നൊരു വിളി, എനിക്ക് ശങ്കരനെ കാണണമെന്നൊരു ചിന്ത വന്നപ്പോൾ ശങ്കരൻ അമ്മയുടെ എത്തിയപ്പോൾ അമ്മയുടെ നില വളരെ വളരെ മരണത്തോടടുത്ത് അബോധാവസ്ഥയിലായ അമ്മയായിരുന്നു. എങ്കിലും മകനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇതെൻ്റെ മകനാണ്. സ്വാമി എന്ന് വിളിച്ചെങ്കിലും ശങ്കര എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അമ്മ എന്നും എൻ്റെ അമ്മ തന്നെയല്ലേ, അമ്മയ്ക്ക് എന്നെ ഞാൻ ആരായി മാറിയാലും അമ്മയ്ക്ക് എന്നെ എന്തും വിളിക്കാം, അമ്മയുടെ സ്നേഹവും സന്തോഷവും അനുസരിച്ച് എന്ന് ശങ്കരാചാര്യർ അമ്മയോട് പറയുകയാണ്. അതിനുശേഷം അമ്മയ്ക്ക് ഭഗവത് ദർശനം കൊടുക്കുന്നു. ആ പരമമായ മോക്ഷ സാധന കൊടുക്കുകയാണ്. മരണസമയത്ത് എന്താണോ മനസ്സിലൂടെ കടന്നു പോകുന്നത് അതുപോലെ തന്നെ സംഭവിക്കുമെന്നല്ലേ അമ്മയ്ക്ക് ആ ഒരു സമാധി അവസ്ഥ ആക്കി കൊടുക്കുകയാണ് ശങ്കരൻ ചെയ്യുന്നത്. അതല്ലേ അമ്മയ്ക്ക് ചെയ്യാൻ ഇനി അവസാനമായി ആദിശങ്കരനുള്ളൂ. അമ്മയ്ക്ക് പരമമായ നിർവ്വാണ പദത്തിലെത്തുവാനുള്ള ഒരു അവസരം കൊടുക്കുക. അമ്മ ജനിമൃതി ചക്രങ്ങളിൽ പെട്ടുഴലാതെ പരമമായ വിഷ്ണുപദം പ്രാപിക്കുക. അതിനുവേണ്ടി മഹാവിഷ്ണുവിനെയും പരമശിവനെയും ഒക്കെ അമ്മയ്ക്ക് ആ സമാധി അവസ്ഥയിൽ കാണിച്ചു കൊടുക്കുകയാണ്, അബോധാവസ്ഥയിൽ. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, അയ്യോ തൻ്റെ മകൻ എത്രയോ വലിയ ആളാണ്, ശ്രീകൃഷ്ണ പരമാത്മാവിനെയും മഹാശിവനെയും ഒക്കെ എനിക്ക് കാണിച്ചു തരാൻ ശക്തിയുള്ള കഴിവുള്ള മഹാനായ എൻ്റെ മകൻ, അല്ലയോ മഹാൻ, എത്ര മഹാനാണ് അങ്ങ്, എൻ്റെ മകനെയും ശങ്കര നീ എത്ര വലിയ ആളാണ് എന്ന് അമ്മ ചോദിക്കുമ്പോൾ ശങ്കരാചാര്യർ അമ്മയോട് തിരിഞ്ഞ് ചിന്തിക്കുകയാണ്, അമ്മേ ഞാൻ എത്ര വലിയ ആളായാലും അമ്മയുടെ മുന്നിൽ ഞാൻ ഒന്നുമല്ല. അമ്മ എനിക്ക് വേണ്ടി ചെയ്ത കർമ്മങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ ആരാണമ്മേ, ഞാൻ ഒന്നുമല്ല എന്നിവിടെ ആചാര്യർ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മയോട്. അതാണ് മാതൃപഞ്ചകം എന്ന ആ 5 ശ്ലോകങ്ങളുള്ള കൃതി. അമ്മ ആ പ്രസവ സമയത്ത് കഠിനമായ വേദന അനുഭവിച്ചല്ലേ ഓരോ അമ്മയും ഓരോ കുഞ്ഞിനെയും പ്രസവിക്കുന്നത്. അപ്പോൾ ശങ്കരൻ പറയുകയാണ് അമ്മയോട്, അമ്മ പ്രസവ സമയത്ത് എന്നെ പുറത്തേക്ക് എടുക്കുവാൻ വേണ്ടി എനിക്ക് ജന്മം തരാൻ വേണ്ടി അനുഭവിച്ച വേദന, ആ വേദന അതുമാത്രമാണോ? ആ വയറ്റിൽ ഞാൻ ഉരുവായ സമയം മുതൽ എന്തെല്ലാം ആഹാരങ്ങൾ, ഇഷ്ടമുള്ള ആഹാരങ്ങൾ എന്തെങ്കിലും കഴിക്കുവാൻ അമ്മയ്ക്ക് പറ്റുമായിരുന്നോ? കഴിച്ചാൽ തന്നെ അമ്മ അതപ്പോൾ ഉടനെ തന്നെ ഛർദ്ദിക്കും. വീണ്ടും കുഞ്ഞിൻ്റെ ആരോഗ്യമോർത്ത് വീണ്ടും ഇഷ്ടമില്ലാത്ത ആഹാരങ്ങളും കഴിക്കും. ഏതൊരു ആഹാരത്തിനോടും രുചി തോന്നുകയില്ല. ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റില്ല. കുഞ്ഞിന് ജീവൻ വേണം, ആരോഗ്യം വേണം എന്നുള്ള ചിന്തയിൽ അരുചി തോന്നുന്ന ആഹാരങ്ങളും അമ്മ കഴിക്കും. അതും അമ്മയുടെ ഒരു സാക്രിഫൈസാണ് എന്ന് ആദി ശങ്കരൻ ഇവിടെ പറയുകയാണ്. അതുപോലെ തന്നെ നിരന്തരം ഛർദിയും ക്ഷീണവും ആഹാരക്കുറവും കാരണം ബലമില്ലാതെ പോകുന്ന ആ ശരീരത്തിൽ ഇങ്ങനെ ആ കുഞ്ഞ് വളരും തോറും അമ്മ ശോഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അവസാനം അമ്മയിൽ നിന്ന് ആ കുഞ്ഞ് പുറത്തു വന്നാലോ 1-2 വർഷത്തേക്ക് ആ കുഞ്ഞിൻ്റെ മലമൂത്ര വിസർജനാദികളിലായിരിക്കും അമ്മ കിടന്നുറങ്ങുന്നത്. ഇതേതെങ്കിലും ഒരു ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അമ്മ ഒരു പ്രായമായി വരുന്ന അവസരത്തിൽ അമ്മയ്ക്ക് ഈ അവസ്ഥകൾ തന്നെ, എഴുന്നേറ്റ് പോയി മലമൂത്ര വിസർജനം ചെയ്യാൻ ഒരു കുഞ്ഞിന് പറ്റാത്തതുപോലെ ഒരു പ്രായമുള്ള ഒരു അമ്മയ്ക്കോ അച്ഛനോ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ ആ മലമൂത്ര വിസർജനത്തിൽ മക്കളായിട്ടുള്ള നമ്മൾ കിടന്ന് ഉറങ്ങുകയും ചേർത്ത് പിടിച്ചുകൊണ്ട് കിടക്കുകയും ചെയ്യുമോ? ഒരിക്കലും നമ്മളത് ചെയ്യില്ല. പക്ഷേ നമ്മളെ വളർത്തിയ അമ്മ നമ്മുടെ മൂത്രത്തിലും നമ്മുടെ മലത്തിലും നമ്മളുടെ വായിൽ നിന്ന് വീഴുന്ന ആ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളോ വെള്ളമോ ഒക്കെ അവരുടെ ഡ്രസ്സിൽ എപ്പോഴും കാണും. 1-2 വർഷം വരെയും അമ്മയുടെ ഡ്രസ്സ് എപ്പോഴും ഇങ്ങനെ നനഞ്ഞു തന്നെ ഇരിക്കും, എന്തെങ്കിലുമൊക്കെ സ്മെല്ലുകളൊക്കെ ആയിട്ട്. അതിനുശേഷമാണ് അമ്മയിൽ നിന്ന് കുഞ്ഞൊന്ന് മാറി ഒന്ന് നടക്കാനും ഒക്കെ തുടങ്ങി പുറത്തേക്കൊക്കെ ഒന്ന് ഓടിച്ചാടി നടക്കുമ്പോൾ മാത്രമാണ് അമ്മയ്ക്കൊന്ന് ആ ഒരു ഡ്രസ്സ് പോലും നന്നായി ഇടാൻ പറ്റുന്നത്.
ഇത് ശങ്കരാചാര്യർ പറയുകയാണ് അമ്മയോട് ഈ മാതൃപഞ്ചകത്തിലൂടെ. അതുപോലെ തന്നെ ഉറക്കം കളഞ്ഞ് എത്രയോ രാവുകളാണ് കുഞ്ഞായിട്ടിരിക്കുമ്പോൾ എന്നെ ശുശ്രൂഷിച്ചിട്ടുള്ളത്. ആ ഒരു ചെറിയ വയ്യാഴിക, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അസുഖങ്ങൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മയെ ഉറക്കം കളഞ്ഞ് എൻ്റെ കുഞ്ഞ് എന്താണ് കരയുന്നത്, എന്താണ് ഇതിൻ്റെ അസ്വസ്ഥത എന്ന് വിചാരിച്ച് അമ്മ ഉറക്കം ഉളച്ചിരുന്ന കുഞ്ഞിനെ ശുശ്രൂഷിക്കും. കുഞ്ഞിന് രാത്രിയിൽ ഏത് സമയത്താണോ, അമ്മ അർദ്ധരാത്രിയിൽ ഉറങ്ങുമ്പോഴായിരിക്കാം കുഞ്ഞിന് വിശപ്പ് അനുഭവപ്പെടുന്നത്. ആ സമയത്ത് അമ്മയുടെ ഉറക്കത്തിനല്ല അമ്മ പ്രാധാന്യം കൊടുക്കുന്നത്, കുഞ്ഞിൻ്റെ വിശപ്പിനാണ്. ആ സമയത്തെടുത്ത് മടിയിലെടുത്ത് വെച്ച് ഇരുന്ന് മുലയൂട്ടി അതിൻ്റെ വിശപ്പടക്കി വീണ്ടും അതിനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് ഉറക്കുകയാണ് ഓരോ അമ്മയും ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആദി ശങ്കരാചാര്യർ, ആ ജഗദ്ഗുരു അമ്മയെക്കുറിച്ച് എഴുതുകയാണ്. അതുപോലെ 10 മാസം ഗർഭത്തിൽ ചുമന്നുകൊണ്ട് നടന്നപ്പോൾ അമ്മ അനുഭവിച്ച വേദന, എന്നെ 10 മാസം അമ്മ ചുമന്നപ്പോൾ ഞാൻ വളരുന്നതനുസരിച്ച് അമ്മ ഭാരപ്പെട്ടു. ഞാൻ അമ്മയെ വയറ്റിൽ കിടന്ന് പല വിധത്തിൽ ഇങ്ങനെ ചലനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അമ്മയ്ക്ക് അതെല്ലാം ബുദ്ധിമുട്ടായി. അമ്മയ്ക്ക് സ്വതന്ത്രമായിട്ട് നടന്ന് കാര്യങ്ങൾ ചെയ്യുവാനോ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കുവാനോ ഇഷ്ടമുള്ളിടത്ത് സഞ്ചരിക്കുവാനോ ഇഷ്ടമുള്ള ആഹാരം കഴിക്കുവാനോ ഒന്നിനും ഞാൻ വളരുന്നതനുസരിച്ച് അമ്മയ്ക്ക് കഴിയാതെ വരുന്നു. അമ്മയുടെ ശരീരത്തിൻ്റെ അവസ്ഥ മോശമായി വരുന്നു. ഇത് വല്ലതും എനിക്ക് ചെയ്തു തരാൻ, തിരിച്ചു തരുവാൻ കഴിയുമോ അമ്മേ? അമ്മയുടെ മുന്നിൽ, അമ്മയുടെ പാദങ്ങളിൽ പിടിച്ച് അഞ്ജലിബദ്ധനായി നിന്ന് പ്രണമിക്കാനല്ലേ എനിക്ക് കഴിയൂ അമ്മേ? ഇതിനേതെങ്കിലും, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിന് എനിക്ക് തിരിച്ചെന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ എനിക്ക് കഴിയുമോ? അതിന് പകരം വയ്ക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്ത് ചെയ്താൽ അതിനൊരു പകരമാകും എന്ന് അമ്മയോട് ഈ ആദി ജഗദ്ഗുരു ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ 2-ാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നു, ഞാൻ ഗുരുകുലത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സന്യാസ ദീക്ഷ സ്വീകരിച്ച വേഷത്തിൽ എന്നെ അമ്മ സ്വപ്നം കാണുന്നു. സ്വപ്നം കണ്ട ആ മാത്രയിൽ അമ്മ ഞെട്ടി ഉണർന്ന് അതിൽ നിന്നുണ്ടായ ആ ഷോക്ക് കൊണ്ട് വിഷമിച്ച് പിറ്റേന്ന് പുലരുവാൻ കാത്തിരിക്കാതെ വെളുപ്പാൻ കാലത്ത് തന്നെ ആ ഗുരുകുലത്തിലേക്ക് ഓടി വന്ന് എന്നെ ചേർത്ത് പിടിച്ച് മാറോടണച്ച് ഉച്ചത്തിൽ കരഞ്ഞു, ഏങ്ങലടിച്ച് കരഞ്ഞു അമ്മ. ആ സ്വപ്നത്തിൽ എന്നെ സന്യാസ വേഷത്തിൽ കണ്ടപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മയുടെ ഹൃദയവേദന എത്ര അപാരമായിരുന്നു. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ അമ്മയുടെ കണ്ണിൽ മുന്നിൽ നിന്ന് 9-ാം വയസ്സിൽ സന്യാസത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അമ്മ എന്തുമാത്രം ദുഃഖം അനുഭവിച്ചു കാണും അമ്മേ എന്ന് ആചാര്യൻ ചോദിക്കുകയാണ് അമ്മയോട് മനസ്സുകൊണ്ട്. സത്യമല്ലേ? ആ ഗുരുകുലത്തിൽ അമ്മ എന്നെ തേടി ഓടി വന്ന് എല്ലാവരും കാണുക, എന്നെ ഹൃദയത്തിൽ ചേർത്ത് മാറോട് ചേർത്ത് കരഞ്ഞ് വിഷമിച്ചപ്പോൾ ആ ഗുരുകുലവാസികൾ ഓരോരുത്തരും അമ്മയുടെ ദുഃഖം കണ്ട് അവരും കരയാൻ തുടങ്ങി. അവരുടെ മിഴികളിൽ നിന്ന് ആ വേദനയുടെ അശ്രുക്കൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അമ്മ എന്നെ എന്തുമാത്രം സ്നേഹിച്ചിട്ടായിരിക്കും അമ്മ ഒരു സ്വപ്നം കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയാതെ ഓടി വന്നത്. ആ അമ്മയെ ഞാൻ എത്രയോ മനസ്സുകൊണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ടമ്മേ എന്ന് നമ്മുടെ ജഗദ്ഗുരു ചോദിക്കുകയാണ്. പിന്നെയും അടുത്ത ശ്ലോകത്തിൽ ആചാര്യൻ ചോദിക്കുന്നു, അമ്മയുടെ പാദങ്ങളിൽ വീണ് പ്രണമിക്കുവാൻ മാത്രമല്ലേ ഈ സത്കർമ്മങ്ങളെല്ലാം അമ്മ എനിക്ക് ചെയ്തപ്പോൾ എനിക്ക് തിരിച്ചു തരുവാനൊന്നുമില്ല. അമ്മയുടെ ആ പത്മപാദങ്ങളിൽ, പദാരവിന്ദങ്ങളിൽ നമസ്കരിക്കാനല്ലേ എനിക്ക് കഴിയൂ അമ്മേ? ഞാൻ എങ്ങനെയാണ് ഇതിനൊക്കെ മറുപടി തരേണ്ടത്? എങ്ങനെയാണ് ഞാൻ ഇതിനെല്ലാം പ്രതികർമ്മങ്ങൾ ചെയ്യേണ്ടത്? മഹാഗുരു, സർവജ്ഞപീഠം കയറിയ ആ ജഗത് ആചാര്യൻ അമ്മയോട് ചോദിക്കുകയാണ്. ആ അമ്മയുടെ മുന്നിൽ ലോകഗുരുവായി മാറിയ, വേദാന്ത പൊരുളായി മാറിയ ആദിശങ്കരൻ അമ്മയുടെ മുന്നിൽ ഒന്നുമല്ല. അപ്പോൾ അതിനേക്കാളും വലുതാണ് അമ്മ, അമ്മയുടെ ഹൃദയം, അമ്മയുടെ സ്നേഹം, അമ്മയുടെ വാത്സല്യം. ഇത് നമ്മൾ ഓരോ കുഞ്ഞുങ്ങളും ഓരോ മക്കളും അറിയേണ്ടതാണ്. അമ്മയുടെ വായിലേക്ക് ഗംഗാജലം ഇറ്റിച്ചു തരുവാനോ മരണശേഷം ഉദകക്രിയ ചെയ്യുവാനോ ഒരു സന്യാസ ദീക്ഷ സ്വീകരിച്ച ഒരാൾക്ക് ഉദകക്രിയയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അടുത്ത ബന്ധനം ഉണ്ടാകുകയാണ് അവിടെ ചെയ്യുന്നത്. ആ ബന്ധനങ്ങളിൽ നിന്നെല്ലാം മോചിതനായതിന് ശേഷമാണ് ഒരാൾ, വിരക്തി ബാധിച്ചതിന് ശേഷമാണ്
ഒരു കർമ്മങ്ങളും പിന്തുടരാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് ആ സന്യാസ ദീക്ഷയിൽ ഉറച്ചിരിക്കുന്നത്. ആ ഒരു ദീക്ഷ സ്വീകരിച്ച ആൾക്ക് മറ്റുള്ളവരുടെ ഉദകക്രിയകളോ ഒന്നും ചെയ്യാൻ പാടില്ല. സമൂഹത്തിലുള്ളവർ എല്ലാം പറഞ്ഞു അമ്മയുടെ മരണാനന്തര ക്രിയകളൊന്നും ജഗദ്ഗുരു ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷേ അദ്ദേഹം അത് സമ്മതിച്ചില്ല. എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അമ്മ തന്നെയാണ്, ഞാൻ ആരായിരുന്നാലും എന്ന് പറഞ്ഞ് അദ്ദേഹം അതെല്ലാം സ്വയം ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അമ്മ കുഞ്ഞിലെ എന്നെ മടിയിൽ വെച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും. നീ എൻ്റെ മുത്തല്ലേ, നീ എൻ്റെ പൊന്നല്ലേ, നീ എൻ്റെ ചക്കരയല്ലേ, നീ എൻ്റെ രാജകുമാരനല്ലേ, എൻ്റെ പൊന്നുമോനല്ലേ, നിനക്ക് ദീർഘായുസ്സും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്നൊക്കെ അമ്മയുടെ ആ നാവ് കൊണ്ട്, ആ വായ കൊണ്ട് എന്നെ എന്തുമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ടാവും. അമ്മേ എന്നെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടാവും. പക്ഷേ എനിക്കിപ്പോൾ അമ്മയുടെ വായിലേക്ക് ഈ ശുഷ്കിച്ച ഉണങ്ങിയ അരി വെച്ച് തരാനേ എനിക്ക് കഴിയുന്നുള്ളല്ലോ അമ്മേ എന്ന് ശങ്കരൻ വിഷമിക്കുന്നു. ആ അമ്മയുടെ നാവ് കൊണ്ട് എന്നെ മുത്തേ, ചക്കരേ, രാജാവേ, പൊന്നേ എന്നൊക്കെ വിളിച്ച ആ വായിലേക്ക് എനിക്ക് വായിക്കിരി ഇടുവാനായി ഈ ഉണങ്ങിയ അരി മാത്രമേ എനിക്ക് വെച്ച് തരാൻ കഴിയുന്നുള്ളല്ലോ അമ്മേ എന്ന് നമ്മുടെ ജഗദ്ഗുരു വിഷമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമുക്ക് ഓരോ മക്കൾക്കും, നമ്മുടെ അമ്മമാർ ജീവിച്ചിരിക്കുന്ന ഓരോ മക്കളും അമ്മയെ സ്നേഹിക്കണം. അമ്മ ഒരു ദിവസം ചെയ്ത കർമ്മം പോലും നമ്മൾ ഒരു ജന്മം അമ്മയുടെ പാദസേവ ചെയ്താൽ തീരില്ല. അതുപോലെ തന്നെ ജഗദ്ഗുരു വീണ്ടും അമ്മയോട് പറയുകയാണ്, പ്രസവ വേദന സമയത്ത് അമ്മ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടാകും? കൃഷ്ണ, മുകുന്ദ, മഹാശിവ, എൻ്റെ ഭഗവാനെ, എൻ്റെ അച്ഛ, അമ്മ എന്നൊക്കെ വിളിച്ച് വിലപിച്ചിട്ടുണ്ടാവും അമ്മ എന്നെ എൻ്റെ ജന്മസമയത്ത്. ആ ഈശ്വരന്മാരെ വിളിച്ചുകൊണ്ട് വേദനയോടെ പ്രസവിച്ച എന്നെ അമ്മ ആ ഒരു വേദന അമ്മയുടെ ജീവിതത്തിൽ ഞാൻ മൂലം എപ്പോഴും അമ്മയ്ക്ക് ഉണ്ടായല്ലോ അമ്മേ. എനിക്കതിനൊന്നും പരിഹാരം തരാൻ കഴിയില്ല. എനിക്ക് ആകെ തരാൻ കഴിയുന്നത് അമ്മയുടെ ഈ പാതാരവിന്ദങ്ങളിൽ എനിക്ക് അഞ്ജലിബദ്ധനായിട്ട് സാഷ്ടാംഗം പ്രണമിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. അല്ലാതെ ഇതിന് പകരം വയ്ക്കാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ഞാൻ എന്ത് ചെയ്താലാണ് അമ്മയുടെ ഈ മഹാസ്നേഹത്തിന് പകരമാകുന്നത് എന്ന് ജഗദ്ഗുരു അമ്മയോട് ചോദിക്കുന്നു. ഈ മാതൃപഞ്ചകം എല്ലാ മക്കളായിട്ടുള്ള എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട 5 ശ്ലോകങ്ങളാണ് മാതൃപഞ്ചകത്തിൽ. ഇതും ഞാൻ ഇന്നലത്തെ ശങ്കരാചാര്യരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുവാൻ ഇരുന്നതാണ്. സമയ പരിമിതി കൊണ്ടാണ് അത് പറയാതെ വെച്ചിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അമ്മമാരെ സ്നേഹിക്കുന്ന, അമ്മയിൽ നിന്ന് ഉത്ഭൂതവരായവരാണല്ലോ നമ്മളെല്ലാവരും. എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഈ മാതൃപഞ്ചകം സമർപ്പിക്കാം. ഇതിലെ വരികളെല്ലാവരും ഈ അർത്ഥം മനസ്സിലാക്കുക. വരികൾ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത് മനസ്സിലാക്കുക. അമ്മയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുക. എല്ലാവർക്കും അമ്മയെ സ്നേഹിക്കാൻ കഴിയട്ടെ. അമ്മയിലൂടെ ഭഗവാനെ സ്നേഹിക്കാൻ കഴിയട്ടെ. ഭഗവാന്റെ അനുഗ്രഹം നന്നായി ഉണ്ടാകട്ടെ. സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.